നമസ്കാരം. എല്ലാ ജ്യോതിഷ ദൈവ വിശ്വാസികൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗ്രഹങ്ങളുടെ രാശിമാറ്റം മനുഷ്യ ജീവിതത്തെയും പ്രകൃതിയെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങളും കൃത്യമായ ഇടവേളകളിൽ രാശിമാറ്റം നടത്താറുമുണ്ട്. എന്നാൽ ഓരോ ഗ്രഹവും രാശി മാറുമ്പോൾ അത് നൽകുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചില രാശിക്കാർക്ക് ഗ്രഹ സംക്രമണം അനുകൂലമാകുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ഇത് പ്രതികൂലമായിരിക്കും. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ 9 എണ്ണമാണുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി പറയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഇവയിൽ ആദ്യത്തെ 7 ഗ്രഹങ്ങൾ ഭൗതികമായി നിലവിലുള്ളതാണ്. എന്നാൽ രാഹുവും കേതുവും ജ്യോതിഷപരമായ സങ്കല്പങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ രാശികളും 12 രാശികളുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. നക്ഷത്രങ്ങൾ 27 എണ്ണമാണുള്ളത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് അവ. നവഗ്രഹങ്ങളിൽ ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിൽ ഒന്നായാണ് ശുക്രനെ കണക്കാക്കുന്നത്. ലൗകിക സുഖങ്ങൾ, ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി, കല, പ്രണയം എന്നിവയുടെ കാരകനായാണ് ശുക്രനെ കണക്കാക്കുന്നത്. ശുക്രൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഭൗതികമായ എല്ലാ നേട്ടങ്ങളും എളുപ്പത്തിൽ കൈവരിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ശുക്രൻ ദുർബലനാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ അശാന്തിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ശുക്രന്റെ ഓരോ സംക്രമണവും ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ശുക്രൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ സംക്രമണം അടുത്ത വർഷം ജൂൺ 8 വരെ നീണ്ടു നിൽക്കും. കന്നിരാശിയിലുള്ള ശുക്രന്റെ പ്രയാണം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യങ്ങളും കരിയറിലെ ഉയർച്ചയും സമ്മാനിക്കും. ആ ഭാഗ്യരാശികൾ ഏതെല്ലാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി മേടം രാശി. മേടം രാശിക്കാർക്ക് കന്നിരാശിയിലേക്കുള്ള ശുക്രന്റെ സംക്രമണം അനുകൂലമായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നുണ്ട്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം ലഭിക്കാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അടുത്തത് ഇടവൻ രാശിയാണ്. കന്നിരാശിയിലേക്കുള്ള ശുക്രന്റെ സംക്രമണം ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില പ്രധാന ജോലികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ വലിയ സമാധാനവും സ്നേഹവും അനുഭവപ്പെടും. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഏറെ അനുയോജ്യവുമാണ്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം തിരികെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത 3ാമത്തെ രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് കന്നിരാശിയിലേക്കുള്ള ശുക്രന്റെ സംക്രമണം വളരെയധികം ഗുണം ചെയ്യും. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇക്കാലയളവിൽ സമൂഹത്തിലും തൊഴിൽ മേഖലയിലും ബഹുമാനവും ആദരവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ ഒഴിഞ്ഞു മാറുകയും കൂടുതൽ സന്തോഷകരമായ അന്തരീക്ഷം ബന്ധപ്പെടുകയും ചെയ്യും. അടുത്ത അവസാനത്തെ രാശി കർക്കിടകൻ രാശിയാണ്. കന്നി രാശിയിലേക്കുള്ള ശുക്രന്റെ സംക്രമണം കർക്കിടകൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. ബിസിനസ് തന്ത്രങ്ങൾ വലിയ വിജയം കൈവരിക്കുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച ലാഭം നേടാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം വരുമാനത്തിൽ വലിയ വർധനവ് ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ കണ്ട എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഈ പറഞ്ഞ രാശിയിൽപ്പെട്ട ആൾക്കാർ ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ